ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ബാത്റൂമിൻ്റെ അകത്ത് ലീക്ക് കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് ലീക്ക് കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്നും പുതിയ ബാത്റൂം പണിയുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലീക്ക് ഇല്ലാതെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മൾ ഫ്ലോറിൽ ചെയ്യുന്ന ടൈൽ ചെയ്യുമ്പോൾ എപ്പോഴും അപ്പോക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതായത് ടൈലുകൾ തമ്മിൽ അടുക്കി വെക്കുന്ന സമയത്ത്, അതായത് ടൈലുകൾ പാകുന്ന സമയത്ത് ടൈലിൻ്റെ ഗ്യാപ്പിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഫുള്ളായിട്ട് താഴേക്ക് ഇറങ്ങുന്നത്. ബാത്റൂമിൻ്റെ അകത്തൊക്കെയാണ് ഫ്ലോറിലൂടെ, അത് തന്നെ കുളിക്കുന്ന സമയത്താണെങ്കിൽ ടൈലിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഈ ടൈലിൻ്റെ ഗ്യാപ്പിലൂടെയാണ് വെള്ളം നമ്മുടെ ഈ ഭിത്തിയിലേക്കും അതുപോലെ നനവ് ഇറങ്ങുന്നത്. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോക്സി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സാധാ ടൈലാണ്. റൂമിൻ്റെ അകത്ത് അപ്പോക്സി വർക്ക് ചെയ്തില്ല എന്ന് വെച്ച് വിഷയമില്ല, ചെയ്യണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ നമുക്ക് ചെയ്യാം. വേണ്ട, ഇതേ രീതിയിലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ചെയ്യരുത്. കാരണം ടൈലുകൾ തമ്മിൽ അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ വെള്ളം ഇറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ ഹാളിലാണെങ്കിൽ അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോക്സി വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈൽ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ PVC മെറ്റീരിയൽസും അതുപോലെ തന്നെ പശ, അതിൻ്റെ മെയിനായിട്ട് വരുന്ന കണ്ടൻറ്റാണ് പശ, അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വാട്ടർ പ്രൂഫിങ് സിസ്റ്റമാണ് നമ്മുടെ ടൈലിൻ്റെ ഗ്യാപ്പിൽ വരുന്നത്. ഇതൊരു ഡിസൈനിങ് രീതിയിലും ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ കാണുന്നതാണ് അതിൻ്റെ അപ്പോക്സി വർക്ക് എന്ന് പറയുന്നത്. അതായത് ടൈലുകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോക്സി വർക്ക്, അതായത് PVC മെറ്റീരിയലും കൂടിയിട്ടാണ് വരുന്നത്. PVC മെറ്റീരിയൽസും അതുപോലെ തന്നെ അതിൻ്റെ പശയും കൂടി മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഹൈ ടെമ്പേർഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലായിട്ട് മാറും. അത് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത്, രണ്ട് ടൈലിൻ്റെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുളിക്കുന്ന സമയത്താണെങ്കിലും ഒരിക്കലും താഴേക്ക് വെള്ളം ഇരിക്കില്ല, പുറത്തേക്ക് ഒഴുകി പോകും. പക്ഷെ മറ്റ് രീതിയിൽ, അതല്ലാതെ അപ്പോക്സി വർക്ക് അല്ലാത്ത രീതിയിൽ നമ്മൾ ടൈല് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ചേർത്ത് വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാ ടൈൽ ഫില്ലറായിരിക്കും ഉപയോഗിക്കുന്നത്. സാധാ ടൈൽ ഫില്ലർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പൊളിഞ്ഞു പോകും. പിന്നീട് നമുക്ക് ടൈൽ ഫില്ലർ ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് രണ്ട് ടൈലിൻ്റെ ഗ്യാപ്പുകളിൽ ഇടാനുള്ള ടൈൽ ഫില്ലർ ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അങ്ങനെ എന്ത് സംഭവിക്കും, നമ്മൾ കുളിക്കുന്ന സമയത്ത് ചെറുതായിട്ട് അതിലൂടെ വെള്ളം ഇറങ്ങി താഴേക്ക് ഇറങ്ങി അങ്ങനെയാണ് നമ്മുടെ ബാത്റൂമിൻ്റെ താഴേക്ക് നനവ് വരുന്നതും ബാത്റൂമിൻ്റെ ഭിത്തിയുടെ സൈഡും നനവ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോക്സി വർക്ക് ചെയ്യുമ്പോൾ എന്ത് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ടൈലുകൾ നമ്മൾ ഗ്യാപ്പുണ്ടാവും, അത്യാവശ്യം ഗ്യാപ്പുണ്ടാവും. അതായത് നമ്മൾ പറഞ്ഞ പോലെ ടൈല് വിരിക്കുന്ന സമയത്ത് ഒരു PVCയുടെ ചെറിയൊരു മെറ്റീരിയൽ ഉണ്ട്. അത് വാങ്ങിച്ചിട്ടാണ് ഈ പറയുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുന്നത്. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കും, എല്ലാത്തിൻ്റെയും ഗ്യാപ്പുകൾ കറക്റ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ രീതിയിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് PVCയുടെ ഹൈ കോട്ടഡ് മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. ഇത് നമ്മൾ ഹാളിൽ ചെയ്തിരിക്കുന്നതാണ്. ഹാളിൽ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, വേറെ ഒന്നുമല്ല, നമ്മൾ ഈ അപ്പോക്സി വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ വരെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ബ്ലാക്ക് ചെയ്യുന്നുണ്ട്, ഗോൾഡൻ ചെയ്യുന്നുണ്ട്, ചെറിയ കോപ്പർ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ബ്ലൂ ചെയ്യുന്നുണ്ട്, വൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഏതാണോ വേണ്ട കളർ, നമുക്ക് അപ്പോക്സിക്ക് വേണ്ട കളർ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ബാത്റൂമിനനുസരിച്ചിട്ടും ബാത്റൂമിൻ്റെ ഡിസൈനിങ്ങിനനുസരിച്ചിട്ട്, റൂമിൻ്റെ ഡിസൈനിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട കളർ വേണമെങ്കിൽ നമുക്ക് അപ്പോക്സിക്ക് സെലക്ട് ചെയ്യാം. അതായത് ആ ലൈൻ വരുന്നതാണ് അപ്പോക്സി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെടുന്നത് ആ കളർ നമുക്ക് അപ്പോക്സി വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിരിക്കും, ഇന്ത്യയിൽ ഡിസൈനിങ് ഒക്കെ പക്കയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.